ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ തന്നെ ഞാൻ ഗീ റൈസാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ചായ കുടിക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. കിച്ചണിലേക്ക് എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി സ്കൂളിലേക്ക് അയക്കണം. അപ്പം മോളെ സ്കൂളിലേക്ക് വിടണം. അപ്പം ഗീ റൈസിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കറി വെക്കുന്നത് എഗ്ഗ് കറിയാണ്. നമ്മൾ മെൻമെൻ എന്ന് പറഞ്ഞിട്ട് ഒരു കറി ഉണ്ടല്ലോ, മെൻമെൻ എന്നല്ല അതിൻ്റെ പേര്, തുർക്കിഷ് എഗ്ഗ് കറി. ആ ഒരു സാധനം പോലത്തെ കറിയാണ് സംഭവം. ഇത് പണ്ടേ നമ്മൾ വെക്കലുണ്ട്. ഇതിന് മുട്ട അടച്ച് വീത്തിയ കറി എന്ന് ഞാൻ പറയാം. കാരപ്പത്തിൻ്റെ കൂടി നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ ആ ഒരു കറിയും കൂടെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് ഞാൻ അങ്ങനെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം തലേന്നത്തെ നെയ്പ്പത്തിൽ ഇതാണ്ട്, നെയ്പ്പത്തിൻ്റെ അരി ഉണ്ട്, അതിനത് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ തലേന്നത്തെ ചിക്കൻ കറിയും ഉണ്ട്. അപ്പം എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി. അപ്പം സ്കൂളിലേക്ക് മോൾക്ക് കൊടുത്തു വിട്ടതിൻ്റെ ബാക്കി ചോറാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തിരക്കായതുകൊണ്ട് തന്നെ ചായ കുടിക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം രാവിലെ ചായക്ക് പുഴുങ്ങിയ മുട്ടയും ഉണ്ടായിന്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ആയിട്ടൊരു ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊരു ആപ്പിൾ സാലഡൊക്കെ ഉണ്ടാക്കി കഴിച്ച്. ആപ്പിൾ വാൾനട്ട് സാലഡ് ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അന്നേരം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായതാണ്. അപ്പം അതൊന്ന് ചെയ്ത് നോക്കി, അതൊക്കെ കഴിച്ച് ഇനിയിപ്പം ലഞ്ചിൻ്റെ പണിയിലേക്ക് കിടക്കാം. നമ്മൾ മത്തി വെറ്റിച്ചാണ് ഇന്ന്, കഞ്ഞിയും മത്തി വെറ്റിച്ചാണ്. മത്തി വെറ്റിച്ചക്ക് നമ്മൾ മത്തി ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മസാലകൾ ഒക്കെ മിക്സ് ചെയ്ത് പുളിവെള്ളം ഒഴിച്ച് മത്തിയൊക്കെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യലാണ് മത്തി വെറ്റിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും അറിയായിരിക്കും. ഉലുവ, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ ചേരുവകളും. മത്തി വെറ്റിച്ച മീൻസ് മത്തിക്കറീൻ്റെ അതേ റെസിപ്പി തന്നെ, ആ സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ കുറുങ്ങനെ ആക്കിയിട്ട് എടുക്കുക, അതായത് ചാറില്ലാണ്ട് കുറുക്കിയിട്ട് വറ്റിച്ചിട്ട് എടുക്കും. അപ്പം നല്ല ടേസ്റ്റാണ്. അടിയിലൊരു വാഴ ഇല ഒക്കെ ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കരിയാണ്ട് അടിക്ക് പിടിക്കാണ്ട് കിട്ടും. ഇതും കരിഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ നോക്കി നിന്നാൽ മതി, ജസ്റ്റ് അടുത്തന്നെ ഉണ്ടായാൽ മതി, ചെക്ക് ചെയ്താൽ മതി കരിയുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നല്ല ടേസ്റ്റാണ്. മത്തിക്കറിനേക്കാളും എത്രയോ ബെറ്ററാണ് മത്തി വെറ്റിച്ചത്. അപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം ഇത് തന്നെയാണ്, മത്തിക്കറിനേക്കാളും. അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞിക്ക് പിന്നെ വേണ്ടത് ചെറുപയർ പുഴുങ്ങിയതാണ്. അതൊന്ന് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. ഇനിയിപ്പം ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായതാണിതും. അപ്പം അന്നേരം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പം ഇന്നൊരു ആഗ്രഹം, കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ളത്. അപ്പം പാല് നോക്കുമ്പോൾ കുറച്ച് പാലേ ഉള്ളൂ. അപ്പം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. പാലും കസ്റ്റാർഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാ കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും. പഞ്ചസാരയും അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കട്ടൻ കാപ്പിയാണ് വേണ്ടത്. സംഭവം നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ കോഫി പൗഡർ ഡയറക്റ്റ് ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഫിൽറ്റർ കോഫീൻ്റെ ആ ഒരു പൊടി ആയതുകൊണ്ടാണ് കട്ടൻ കാപ്പി ആക്കി മാറ്റിയത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ ഞാൻ നമ്മളെ ചെറുപയറില്ലേ, അത് കുക്കറിൽ ഇട്ടിട്ട് പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കഞ്ഞിയാണ്, തലേന്നത്തെ ചോറുണ്ട്, അത് ഓൾറെഡി കഞ്ഞി ആക്കുക എന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ അതും കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ചെറുപയർ റെഡി ആവുന്നുണ്ട്, ഒരു ഭാഗത്ത് കഞ്ഞി റെഡി ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഏതായാലും ഒരു നാരങ്ങ എടുത്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് തൊലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് എനിക്ക് നല്ല ദാഹമുണ്ട്. ഇത് തിന്നുന്നതിനേക്കാളും ബെറ്റർ ജ്യൂസ് അടിക്കുന്നതെന്നുള്ളൊരു തോന്നൽ. എന്നിട്ട് പിന്നെ ഞാനത് ജ്യൂസ് അടിച്ചു. ഇനിയിപ്പം നമ്മൾ പുഡിങ്ങിൻ്റെ ബാക്കി പണികൾ ചെയ്യാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു കോഫി മിക്സ് ഇല്ലേ, കസ്റ്റാർഡ് മിക്സ്, അതിലേക്ക് നമ്മൾ എന്താക്കുക, വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക വേണ്ടത്. അത് ആ ഒരു ക്ലിപ്പ് ഞാൻ മറ്റേ വേർട്ടിക്കലായിട്ട് എടുത്തിട്ടുണ്ടായത്, സോറി. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീമും കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിന്. അത്രയല്ലേ ഞാൻ ആക്കിയിട്ടുള്ളൂ. 2 സെർവിങ്സ് മാത്രമേ ഉള്ളൂ ഇത്.
അപ്പോൾ ആ ഒരു വിപ്പിംഗ് ക്രീം ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ടായത്. മറ്റങ്ങനെ ബീറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടുണ്ടായിട്ടില്ല, കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പം ചെറിയ മറ്റേ മിക്സി ജാറിൽ അടിച്ചിട്ടെടുത്ത് വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു ക്രീം മിക്സ് റെഡിയായി. പിന്നെ താഴെ നമ്മൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് പിന്നെ നല്ല പഴുത്ത റോബസ്റ്റ് ഓർ പൂവമ്പഴം ഇട്ട് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ക്രീം, പിന്നെ വീണ്ടും ബിസ്ക്കറ്റ്, ബനാന, ക്രീം, ആ രീതിയിൽ ലെയർ ചെയ്തെടുക്കുക. അത് നമ്മളെ ബണോഫി പൈ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഡ്യൂപ്പാനെന്ന് പറയാം. അപ്പോൾ അതിനകത്തൊരു കഴിച്ചിട്ടൊന്നുമില്ല, കുറേ ഇഷ്ടംമാതിരി വീഡിയോസ് കണ്ടിട്ടുണ്ടായിന്. അപ്പം അന്ന് മുതലേ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ബനാന വെച്ചിട്ടുള്ള പുഡിങ്. നമ്മളങ്ങനെ ചെയ്യലില്ലല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം നമ്മൾ ലഞ്ച് കഴിച്ച് പിന്നെ ഈ ഒരു ടൈമിന് തിന്നണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മോള് വന്നിട്ട് കഴിക്കാൻ വെച്ച് മോൾക്ക് വെച്ചേക്കാണ്ടിരിക്കുമ്പം എന്തോ ഒരു സങ്കടം, അതുകൊണ്ട് പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കൺട്രോൾ കിട്ടുന്നുണ്ടായില്ല. പിന്നെ ഞാനെടുത്ത് വെച്ച് എന്നിട്ട് പിന്നെ നമ്മളെ കഞ്ഞിയും പയറും മത്തി വറ്റിച്ചൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ലഞ്ച് കഴിച്ച്. കൈമന്ന് പോയി ഗൈസ്. അപ്പോൾ അതൊന്ന് വീണുപോയി. നമ്മളെ പുഡിങ് അടിപൊളിയേനു, കുഴപ്പമില്ല, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് അതിലും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായത്. അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളൊരു പേരക്ക ഉണ്ടായിരുന്നു, നമ്മളെ പേരക്കൻ്റെ ഉള്ളിൽ പിങ്ക് കളറുള്ളത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഉപ്പും മുളകും ചാറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് അതും കഴിച്ച് അങ്ങനെ ഇന്നത്തെ രാത്രിക്കത്തെ ആ ഒരു ഫുഡും കാര്യങ്ങളെല്ലാം ആയി. ഇതന്നെ നമ്മളെ ഫുഡ്. പിന്നെ രാവിലത്തെ ഫുഡിൻ്റെ ബാക്കിയൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിന്. ഞാൻ കഴിക്കാൻ തന്നിട്ടുണ്ടായിട്ടില്ല. ഡയറ്റൊന്നല്ല, ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് പൊളിയുന്ന ഡയറ്റാണ് എൻ്റെത്. ഇന്ന് ഡയറ്റാണെങ്കിൽ പിറ്റേന്ന് ചീറ്റ്, പിന്നെ വീണ്ടും ഡയറ്റ്, വീണ്ടും ചീറ്റ് ഡേ, അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് ഡയറ്റാന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ പേരക്കൊക്കെ കഴിച്ച് നമ്മൾ കയറി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.